ഒരു ഉമ്മയും ഒരു കുഞ്ഞിന് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് പ്രയാസമുള്ളത് ചെയ്യരുത്. ഹബീബിന്റെ ഹദീസാണത്. ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ തൻ്റെ വയറ്റത്തിരിക്കുന്ന കുഞ്ഞിന് ഉപദ്രവമാകുന്ന വിധമുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഉപദ്രവമാകും വിധം മടിപിടിച്ച് വ്യായാമമില്ലാതിരിക്കുന്നതോ ആ കുഞ്ഞിന് ഉപദ്രവമാകുന്ന മരുന്ന് കഴിക്കുന്നതോ ആ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ മാനസികമായോ അല്ലാതെയോ ഒരു കുഴപ്പം വരുന്ന വിധത്തിൽ ഡെലിബറേറ്റായിട്ട് ഡിപ്രഷൻ അടിച്ച് കിടക്കുന്നതോ ഒന്നും ചെയ്യരുതേ. ലാ തജിനി ഉമ്മുൻ അലാ വലദിൻ, ഒരു ഉമ്മയും ഒരു കുഞ്ഞിന് മേൽ അതിക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞ ഹദീസിനെ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന് പോലും ഒരു ഉമ്മ പരിഗണന കൊടുക്കുകയും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചു പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് ഒരു വൈകൃതമുണ്ടാകത്തക്ക വിധം ഉമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവരുത്, അത്രമേൽ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉമ്മമാർ പോഷണം കഴിക്കണമെന്ന് പറയുന്നത്. ഗർഭം ധരിക്കുമ്പോൾ അവർക്ക് ഗർഭമുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ കഴിക്കണം. നമ്മളങ്ങനെ ഡോക്ടർമാർ എഴുതിയാൽ അത് അവർ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതാൻ അങ്ങനെ പറയും. ഒരുപക്ഷെ ഏതെങ്കിലും വല്ല വൈറ്റമിൻസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാ അവരത് എഴുതിത്തരാ, കഴിച്ചേക്ക്. നമ്മൾ ചോറും കറിയും കഴിക്കുമ്പോൾ ഒരുപക്ഷെ വേണ്ടത് അതിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല, വിശപ്പ് മാറിയേക്കും. പക്ഷെ ഒരു കുഞ്ഞിന്റെ പോഷണത്തിന് ആവശ്യമായത് കിട്ടിയില്ല എന്ന് വരും. വെറുതെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും, അതൊരു ഉപദ്രവമുള്ള സാധനമൊന്നും അല്ല, ബോഡിക്കും കുഞ്ഞിനും ഉപകാരമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുന്നതെങ്കിലും നിർബന്ധമായും കഴിച്ചിരിക്കണമെന്ന. എന്തേ? ലാ തജ്നി ഉമ്മുൻ അലാ വലദിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒരു കുഞ്ഞിന് പ്രയാസമാകുന്നതും ഒരു ഉമ്മ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.